നമസ്കാരം സാർ. നമസ്കാരം. സർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക് വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ജീവചരിത്രം സിനിമയാക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കുറച്ച് ദിവസം മുന്നേ കണ്ടിരുന്നു. മുമ്പ് 2019 ഇലക്ഷന്റെ സമയത്ത് വന്നത്. അന്ന് വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇലക്ഷനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണ്ടും മോദിജിയുടെ ഒരു ബയോപിക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഉണ്ണി മുകുന്ദനാണ് അതിൽ പ്രധാന നടൻ, അതായത് നരേന്ദ്രമോദിയായിട്ട് തന്നെ അഭിനയിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരുന്നത്. അതിൻ്റെ പിന്നാലെ ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് യോഗി ആദിത്യനാഥിൻ്റെ ബയോപിക്. അത് ഇറങ്ങുന്നു എന്നല്ല, അത് ഇറങ്ങി ചില പ്രത്യേക രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ പ്രീമിയർ പോയി അതിൻ്റെ ഇത് കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രീമിയർ കഴിഞ്ഞിട്ട് വലിയ അഭിപ്രായങ്ങളൊക്കെയാണ് അതിൻ്റെ സാങ്കേതിക വശങ്ങളെപ്പറ്റിയും ഒരു ചലച്ചിത്രം എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനോടൊപ്പം തന്നെ ഉയരുന്ന മറ്റു ചില വിവാദങ്ങളും ഉണ്ട്. അതായത് ഇതൊരു പ്രോപ്പഗണ്ട പടമാണ്. നമുക്കറിയാം കാശ്മീർ ഫയൽസ് വന്നപ്പോഴും കേരള സ്റ്റോറി വന്നപ്പോഴും ഒക്കെ പറയുന്ന ഒരു നാരേറ്റീവ് ഉണ്ട്. അപ്പോൾ ഇത് പ്രോപ്പഗണ്ട സിനിമയാണ്, ഇത് എന്താണ് യോഗി ആദിത്യനാഥിനെ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ ഞാൻ യോഗി ആദിത്യനാഥിനെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം ബാല്യം മുതൽ തന്നെ ആത്മീയതയിലൂടെ വലിയ ഒരു ആകർഷണായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം 21-ാം വയസ്സിൽ സന്യാസത്തിലേക്ക് വന്നു, 26-ാം വയസ്സിൽ MB ആയി. അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. 2017 UP-യുടെ മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സിനിമയെ എല്ലാ കാലത്തും ഒരു പ്രോപ്പഗണ്ട ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലെനിൻ റഷ്യയിൽ തീവ്ര ഇടതുപക്ഷമായിരുന്നു, അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറും പിന്നെ ജനറൽ ലുഡൻഡോഫ് എന്ന് പറയുന്ന ആൾക്ക് അതായത് അവരുടെ വലതുപക്ഷമാണെങ്കിലും ഈ സിനിമയെ അങ്ങനെ ഒരു പ്രോപ്പഗണ്ട ടൂളായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഈ നരേറ്റീവുകളുടെ ഒരു യുദ്ധമാണ്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴൊക്കെ ഈ ഒരു യുദ്ധം അവിടെ കഴിഞ്ഞു, പക്ഷേ ഡിജിറ്റൽ യുദ്ധമുണ്ട്. ആരെ അടിച്ചിട്ടത് എന്നൊക്കെ പറഞ്ഞ്, അതായത് അവകാശവാദങ്ങൾ. സത്യം അല്ല അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, അതായത് പറഞ്ഞാര് ജയിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം നമ്മൾ ഈ ഗുജറാത്ത് കലാപത്തിനെ പറ്റിയുള്ള BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി വന്നപ്പോൾ അവിടെ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത് അതിൽ സത്യമുള്ളത് കൊണ്ട് എന്നുള്ളതായിരിക്കണമെന്നില്ല. നരേറ്റീവ് ആണ്. അതായത് സത്യം ഇല്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴത്തിലിറക്കാൻ മീഡിയ വഴി സാധിക്കും എന്നുള്ള അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ടായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഇത്തരത്തിൽ സിനിമയെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് പ്രോപ്പഗണ്ട ടൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനോട് സാർ എങ്ങനെയാണ് അത് കാണുന്നത്? സാർ ഒരു ഫിലിം മേക്കറാണല്ലോ, അപ്പോൾ സാർ എങ്ങനെയാണ് അത് കാണുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, യോഗി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു സന്യാസിയല്ലേ, ഇത് എന്തിനാണ് പാർലമെൻറ്റിൽ കാവ്യ അണിഞ്ഞവരെന്തിനാണ് പാർലമെൻറ്റിൽ വരുന്നതെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം പലരും പറഞ്ഞു ഇദ്ദേഹം ടാക്സ് അടയ്ക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഒരു പൗരന് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്, പൗരൻ്റെ എല്ലാ അവകാശവും ഉണ്ട്, ഒരു പൗരൻ്റെ അവകാശമാണ് മുഖ്യമന്ത്രിയാവുക എന്നുള്ളത്. അതിന് നമുക്ക് തടസ്സം പറയാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ തെമ്മാടിത്തരം എന്ന് വരെ വിളിച്ചിരുന്നു ഇവിടുത്തെ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരൊക്കെ. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഏകലവ്യൻ എന്ന സിനിമയിലെ സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗാണ്, ഒരു സന്യാസിക്ക് തെമ്മാടിയാകാം, പക്ഷെ ഒരു തെമ്മാടിക്ക് സന്യാസിയാകാൻ കഴിയില്ല എന്ന് പറയുന്നു. യോഗി ആദിത്യനാഥ് സന്യാസിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ മിനിമലിസ്റ്റ് ആയിട്ടുള്ള. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ തെമ്മാടിത്തരം ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. വിജയ് ആദ്യം പറഞ്ഞ ചോദ്യം, രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആദ്യം പറഞ്ഞ ചോദ്യത്തിന്റെ ഒരു സന്യാസിക്ക് തെമ്മാടിയാകാൻ കഴിയുമോ എന്ന ഒരു സിനിമാറ്റിക് ഡയലോഗ് ആയിട്ട് ഏകലവ്യൻ ഉപയോഗിച്ചു എന്നാണ് ഞാനിതിനെ കാണുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് അതിനൊരു പൊളിറ്റിക്കൽ നാരേറ്റീവ് അതിന്റെ പുറകിൽ വരുമ്പോഴാണ്. അങ്ങനെ കാണുന്നവർക്ക് അത് അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം. എന്തായാലും ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരു ബയോപിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ അടുത്ത കാലത്ത് പിന്നെ അക്ഷയ് കുമാർ അഭിനയിച്ച കേസരി എന്ന സിനിമ വന്നിരുന്നു. അതൊരു രണ്ടാം ഭാഗമാണ്, 2 സീക്വൽ ആയിട്ടുള്ള ഒരു സിനിമയാണത്. അതിൽ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷനെ കുറിച്ചാണ്. അതിമനോഹരമായൊരു സിനിമയാണ്. ഗംഭീരമായിട്ട് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. വിജയിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു. നമുക്ക് നോക്കൂ, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ബയോപിക് വന്നിട്ടുണ്ട്. പിന്നെ നമ്പിനാരായണൻ സാറിനെ കുറിച്ച് മാധവൻ അഭിനയിച്ച ദ റോക്കറ്റ്രി എന്ന സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് ബയോപിക്കുകൾ വരുന്നുണ്ട്, ഹിന്ദിയിലും മറ്റു ഭാഷകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ MGRന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് മണിരത്നം സിനിമ ചെയ്തത്. ഗുരു എന്ന സിനിമ ധിരുഭായ് അംബാനിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഗുരു എന്ന സിനിമ വന്നത്. അപ്പം അത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് മലയാളത്തിൽ ചീഫ് മിനിസ്റ്റർ ഗൗതമി, അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ആളുകൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ജീവിതകഥ ഉണ്ണി മുകുന്ദൻ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല. വാർത്തകൾ ഇങ്ങനെ വന്നിട്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു ഗുജറാത്തിൽ ജീവിച്ചു വളർന്ന ഗുജറാത്തി അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്കും
ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരുപക്ഷെ അത് സംഭവിക്കുമായിരിക്കാം. മലയാളത്തിൽ എന്തായാലും ഒരു സന്തോഷമുള്ള വാർത്ത തന്നെയാണ്. നമ്മൾ യോഗി ആദിത്യനാഥിന്റെ ഈ ജീവിത കഥയെക്കുറിച്ച് പറഞ്ഞാൽ അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്നാണ് പിന്നെ ഇതിന്റെ പേര്, പിന്നെ സിനിമയുടെ പേര്. അപ്പൊ അതില് ഈ അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഒരു സാധാരണ ഉത്തർപ്രദേശിലെ ഒരു സന്യാസിയായിരുന്ന, ഉത്തർപ്രദേശിൽ ജനിച്ച ഒരു സന്യാസിയായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 2 തവണ മുഖ്യമന്ത്രിയായിട്ട് മാറിയത്, ഒരു സന്യാസിയിൽ നിന്നും ഒരു ഭരണകർത്താവിലേക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രയാണ് ആ സിനിമ പറയുന്നത്. അപ്പൊ അതിനകത്ത് രവീന്ദ്ര ഗൗതമാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അതിനകത്ത് ഒരുപോലെ ആകാംക്ഷഭരിതമായിട്ടുള്ള ഒരുപാട് രംഗങ്ങളുണ്ടെന്നും അതിന് ടെക്നിക്കലി ആ സിനിമ ഒരു ആവേശത്തിരയിളക്കം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നതെന്നും അതിന്റെ പ്രീമിയർ ഷോയുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര റിപ്പോർട്ടുകളൊക്കെ പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ അമേരിക്കയിലടക്കം അത് റിലീസ് ചെയ്തിരുന്നു. അപ്പൊ ഈ അജയ് സിംഗ് ബിഷ്ടിനെ യോഗി ആദിത്യനാഥ് എന്ന പഴയ പേരാണ് അജയ് സിംഗ് ബിഷ്ട്, പൂർവാശ്രമത്തിലെ പേരാണ്. അദ്ദേഹത്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന നടൻ അനന്ത് ജോഷിയാണ് ഈ വേഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ കുറച്ച് സീനുകൾ കണ്ടിരുന്നു യൂട്യൂബിൽ നിന്നും, അല്ലാതെ കുറച്ച് സീനുകൾ കണ്ടിരുന്നു. അത് അതിഗംഭീരമായിട്ടുള്ള അപ്പിയറൻസ് ആണ് ഈ അനന്ത് ജോഷി എന്ന് പറഞ്ഞിട്ടുള്ള. എനിക്കൊന്ന് യോഗി ആദിത്യനാഥിനെ കാണുന്നതിനേക്കാൾ വളരെ വളരെ അപ്പിയറൻസ് ഉള്ള ഒരു അതീവ ഗാംഭീര്യം തുളുമ്പുന്ന ഒരു സന്യാസിയുടെ മുഖം വല്ലാതെ പ്രകടിപ്പിക്കുന്ന ഒരു ആളാണ് ആ വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ആദിത്യനാഥിന്റെ ഗുരുവായിട്ടുള്ള മഹന്ത് അദ്വൈതനാഥ് എന്ന പേരുണ്ട്. അവൈദ്യനാഥാണ്, മഹന്ത് അവൈദ്യനാഥ്. പരേഷ് റാവലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്, ഹിന്ദി നടൻ പരേഷ് റാവൽ. അപ്പൊ വിവാദങ്ങൾക്കിടയിലും ഈ സിനിമ ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയുന്നത് ആ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് ആ സിനിമ എന്ന കലാരൂപത്തിൽ കാണുന്ന ആളുകളെ സംബന്ധിച്ച് അത് സന്തോഷമുള്ളതായിരിക്കും. വിജയ് ആദ്യം ചോദിച്ച ചോദ്യം ഈ സിനിമയിലൂടെ ഈ ഒരു ഇത്തരത്തിലുള്ള പ്രൊപ്പഗാൻഡ ടൂളായിട്ട് സിനിമയെ ലോകമെമ്പാടും ഭരണകർത്താക്കളും മറ്റുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ശരിയാണ്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന കലാരൂപം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്, ഏറ്റവും ഡയറക്റ്റായിട്ട്. കാരണം ഒരു തിരശ്ശീലയ്ക്ക് മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ ആദ്യത്തെ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ തിരശ്ശീലയിൽ വെളിച്ചം വന്ന് വീണ് പുതിയ കുറേ കഥാപാത്രങ്ങൾ വന്ന് വളരെ മൈക്രോ ലെവലിലുള്ള ചലനങ്ങൾ വരെ ഒപ്പിയെടുക്കാവുന്ന ലെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണിലെ ചലനങ്ങൾ വരെ വായിച്ചെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളല്ലാതായി മാറി ആ കഥാപാത്രമായി മാറുന്നു. അപ്പൊ നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകുന്നു. ഇതാണ് സിനിമയുടെ ഒരു അതിനകത്ത് നടക്കുന്ന ഒരു രസതന്ത്രം എന്ന് വേണമെങ്കിൽ, ഒരു മാജിക് എന്ന് പറയുന്നത്. അത് പരാജയപ്പെടുമ്പോഴാണ് സിനിമ പരാജയപ്പെടുന്നത്. അത് പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയും. നമുക്കിപ്പോ ഒരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ വിജയും ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ വിജയുടെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് വിജയും ഞാനും തമ്മിൽ ഒരു റാപ്പം ഉണ്ടാകുന്നത്, ഒരു വ്യക്തിപരമായ ഒരു അടുപ്പം, ഒരു ബന്ധം ഊഷ്മളമാവുന്നു. അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ മഹത്തായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനായി എല്ലാ വെളിച്ചവും അണഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ, ഒരു മോസ്കിൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുമ്പോൾ വീണ്ടും പെട്ടെന്നൊരു ശുഭകരമായ ഒരു വെളിച്ചം സ്ക്രീനിലേക്ക് വരികയും ശബ്ദവും മറ്റ് സംഗീത ഉപകരണങ്ങളൊക്കെ വരികയും അതിൻ്റെ അകമ്പടിയോടെ നമ്മളിങ്ങനെ പ്രതീക്ഷയുടെ വലിയ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് ഇങ്ങനെ കയറി നമ്മൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ സിനിമ ഇങ്ങനെ പോകുമ്പോൾ എല്ലാം മറന്നു പോകും. ഇടതുവശത്തിരിക്കുന്നത് പിച്ചക്കാരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറോ മറ്റാരെങ്കിലും അല്ലെങ്കിൽ സാധാരണക്കാരനോ ഇപ്പുറത്തിരിക്കുന്ന ജില്ലാ കളക്ടറോ മന്ത്രിയോ നമ്മളെ ഓർക്കുകയില്ല. അറിഞ്ഞുകൂടാ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആര്. നമ്മളിത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം ലോകത്ത് എവിടെയും ഇല്ല. അതുകൊണ്ടാണ് ഇത് മഹത്തായ കലാസൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാസൃഷ്ടിയിലൂടെ നമുക്ക് നമ്മുടെ സന്ദേശങ്ങൾ നമുക്ക് പറയാം. എല്ലാ എഴുത്തുകാരും എല്ലാ സംവിധായകരും കലാകാരന്മാരും അവരുടെ സന്ദേശം പറയുക, അവരുടെ രാഷ്ട്രീയം പറയുക. എല്ലാവർക്കും ഉണ്ട് രാഷ്ട്രീയം, ഇതാണ് എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് ഈ സിനിമ അതിന്റെ ദൗത്യം നേടിയെടുത്തു എന്നാണ് ഞാൻ പറയുന്നത്. അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. ഒരു മോങ്കായിട്ടുള്ള ആൾക്ക്, ഒരു സന്യാസിയായിട്ടുള്ള ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകാൻ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ബാല്യകാലം മുതൽ സന്യാസത്തിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള 26ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകസഭയിലെത്തി. നേരത്തെ പറഞ്ഞതുപോലെ ആ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് 1999-ലും 2004-ലും 2009-ലും 2014-ലും 5 തവണ അദ്ദേഹം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. എങ്കിൽ അവിടുത്തെ ജനങ്ങൾ, ഉത്തർപ്രദേശിലെ ജനങ്ങൾ അദ്ദേഹത്തെ MP ആയി തെരഞ്ഞെടുക്കാനുള്ള കാരണമുണ്ടാവും, ജനസമ്മതനാണ്. പിന്നെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായി ഉയർന്ന ആ യാത്ര അതിനൊരു ഹിന്ദുത്വ മുഖം ഉള്ളതുകൊണ്ട്
അതിനെ എതിർക്കുന്ന ആളുകൾ, അഹിന്ദുത്വ അജണ്ടയെ അല്ല അത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ എതിർക്കുന്ന നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനൊരു രാഷ്ട്രീയ നിറം കലരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അത് ഒരു സിനിമ എന്ന നിലയ്ക്ക് ആസ്വാദികരമായ ഒരാളുടെ ഒരു സന്യാസിയുടെ ഒരു ജേണി അദ്ദേഹം കൊടുത്ത, നോക്കൂ, അദ്ദേഹം ആ ഒരു യു പിക്ക് കൊടുത്ത സംഭാവനകൾ, ഒരുപാട് സംഭാവനകളുണ്ട്. ആന്റി റോമിയോ സ്ക്വാഡ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ അക്രമങ്ങളൊക്കെ അടിച്ചമർത്താൻ വേണ്ടി ആന്റി റോമിയോ സ്ക്വാഡ്, നല്ല രസമുള്ള പേരല്ലേ, അതുണ്ടാക്കിയിട്ട് അത് വലിയ വലിയ സുരക്ഷ ഉറപ്പാക്കുന്ന സ്ത്രീകളുടെ. അപ്പം വിദ്യാലയങ്ങളും കോളേജൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഈ ആന്റി സ്ക്വാഡ് നിന്നിട്ട് അവർ നിരീക്ഷണ വലയത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഓരോ ആളുകളെയും വേട്ടയാടിക്കൊണ്ടാണ് അദ്ദേഹം അത് ഏർപ്പെടുത്തിയത്. പക്ഷെ അദ്ദേഹത്തിന് ചില വിവാദപരമായ പ്രവർത്തന രീതികൾ, സ്പെഷ്യൽ ബുൾഡോസർ പരിപാടികൾ, സ്പെഷ്യൽ സ്ക്വാഡുകളുടെ ചില ടീമുകൾ ഉണ്ടാക്കിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചത് അവിടെ ബുൾഡോസറിന്റെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അതും കൂടെ പറഞ്ഞുകൊണ്ടാണ് സാർ. നമ്മൾ അവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അനധികൃതമായിട്ടുള്ള ചില കെട്ടിടങ്ങളാണ് ഇങ്ങനെ ബുൾഡോസർ പൊളിച്ചെടുക്കുന്നത്. അതിൽ ഈ മുസ്ലിങ്ങളുടെ മാത്രമല്ല, അതിന് ഈ BJP-കാരുടെ ആണെങ്കിലും പൊളിച്ചെടുക്കുമെന്നാണ് പറയുന്നത്. അതിലൊരു ഇരട്ടത്താപ്പ് യോഗി സർക്കാരിന് ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം ഈ ബുൾഡോസർ ഇതുപോലെ പിന്തുടർന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു, VS അച്യുതാനന്ദൻ. നമ്മളന്ന് ആവേശത്തോടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിന്. അപ്പൊ ഇത് മലയാളിയുടെ ഇരട്ടത്താപ്പും കൂടെയാണ്. അത് എല്ലാവരും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ്. അവർ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നുള്ള, ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിക്കാതെ നമ്മുടെ അൽഫോൻസ് കണ്ണന്താനം ഡൽഹി പിന്നെ കമ്മീഷണർ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇടിച്ചു നിരത്തി, അദ്ദേഹമാണ് ഏറ്റവും വലിയ വിവാദം ഉണ്ടാക്കിയത്. അദ്ദേഹം രാഷ്ട്രീയമോ സാമ്പത്തിക നയങ്ങളോ വ്യവസായ മുഖങ്ങളോ ഒന്നും നോക്കാതെ ഇടിച്ചു നിരത്തിയിട്ട് വലിയ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് പബ്ലിക് ഇങ്ങനെ സർക്കാരിലേക്ക് കണ്ടുകിട്ടി. അദ്ദേഹം പിന്നെ ഈ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നുള്ളതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് വികസന പദ്ധതികളൊക്കെ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ 2 തവണ മുഖ്യമന്ത്രിയായി അപൂർവമായി അധികാരത്തിലെത്തിയ ആദ്യത്തെ BJP-യുടെ അവിടുത്തെ മുഖ്യമന്ത്രി 2 തവണ അധികാരത്തിലെത്തിയ ആളെന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശേഷം ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഒരു ആളുകളോ ഒരു കൂട്ടം ആളുകളോ ഉയർത്തിക്കാട്ടുന്ന ഒരു മുഖം കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അത് കാലം തീരുമാനിക്കണം അങ്ങനെയുള്ള ഒരു കാര്യത്തിന്. പക്ഷെ ഇതൊരു സിനിമ എന്ന നിലയ്ക്ക് ഒരു സന്യാസ ജീവിതത്തിന്റെ ലാളിത്യവും ഭരണത്തിന്റെ കരുത്തും രാഷ്ട്രീയത്തിലെ കർശന നിലപാടുകളും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ യോഗി ആദിത്യനാഥ് എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായി ഉയർന്നിരിക്കുന്നത് എന്ന ഒരു വിഷയമാണ് ഈ സിനിമ അതിമനോഹരമായി ചർച്ച ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗ്രാമത്തിൽ നിന്നും ആരംഭിച്ചൊരു ജീവിതത്തിലെ യാത്ര ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ നേതാവായി തീർന്ന ഒരു യാത്രയാണത്. അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ അത് പ്രചോദനം ഉണ്ടാക്കേണ്ടതാണ്. സന്യാസിയായിട്ടുള്ള ഒരാൾക്ക് ഒരു മുഖ്യമന്ത്രിയാവാം, സന്യാസി അല്ലാത്ത ഒരാൾക്കും മുഖ്യമന്ത്രിയാവാം, ലോകത്തിന് നന്മ ചെയ്യാം. ആ നിലയ്ക്ക് ആ സിനിമ നൽകുന്ന സന്ദേശം അതിനെ രാഷ്ട്രീയപരമായി മാത്രം കാണേണ്ടതില്ല എന്നാണ് എൻ്റെ പക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.